ഹായ് നമസ്കാരം. നമുക്ക് ഈ വീഡിയോയിൽ നമ്മുടെ PSC ബുള്ളറ്റിൽ വരുന്ന കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ? നമ്മൾ ഓൾറെഡി 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കറണ്ട് അഫയേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ വീഡിയോ നമ്മൾ ഏപ്രിൽ മാസം മുതൽ ഏറ്റവും അവസാനം വന്ന ജൂൺ മാസത്തെ ബുള്ളറ്റിൻ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്ത ആളുകൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതെന്ത് ചെയ്യാം, കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2025 ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ കിട്ടും. ഇതിൽ നമ്മൾ നോക്കുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ളതാണ്. ഇതിൽ ഒന്നാമത്തേതാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരായിരുന്നു? ഇന്ത്യയാണ് 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. എവിടെ വെച്ചാണ് നടന്നത്? ദുബായിൽ വെച്ചാണ് നടന്നത്. പാകിസ്ഥാനിലും ദുബായിലും വെച്ചിട്ടാണ് ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. ഫൈനൽ നടന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ ദുബായിൽ വെച്ചിട്ടാണ്. ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ്. 4 വിക്കറ്റിന് ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ചാമ്പ്യന്മാരായത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ 3ാമത്തെ കിരീടമാണ്. അപ്പോൾ ഇന്ത്യ എത്ര ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട്? 3 ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 2025 എവിടെ വെച്ചാണ് നടന്നത്? പാകിസ്ഥാനിലും ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. ഫൈനൽ നടന്നത് എവിടുന്ന? ദുബായിലാണ്. ഇന്ത്യ ആരെ പരാജയപ്പെടുത്തി? ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തി 4 വിക്കറ്റിന്. ഇന്ത്യയുടെ 3ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ്. ഇനി രഞ്ജി ട്രോഫി കിരീടം വിദർഭക്ക് 2025 രഞ്ജി ട്രോഫി കിരീടം നേടിയത് ആരാന്ന് ചോദിച്ചാൽ വിദർഭയാണ്. ഫൈനലിൽ കേരളത്തിനെതിരെ 1ാം ഇന്നിംഗ്സിൽ നേടിയ 37 റൺസിന്റെ ലീഡിനാണ് വിദർഭ ജേതാക്കളായത്. ഇത്തവണ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എസ് റാത്തോഡും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഹർഷ ദുബെയുമാണ്. അപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, കേരളം എന്ത് ചെയ്തിട്ടുണ്ട്? രഞ്ജി ട്രോഫിയുടെ ഫൈനൽ എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ജയിക്കാൻ കഴിഞ്ഞില്ല. ആരാ ജയിച്ചത്? വിദർഭയാണ്. അപ്പൊ 2025 ഫൈനലിൽ ഏറ്റുമുട്ടിയ ടീമുകൾ ആരൊക്കെ എന്ന് ചോദിക്കാം. ആരൊക്കെയാ? കേരളവും വിദർഭയുമാണ്. ആരാ ജേതാക്കളായത്? വിദർഭയാണ്. ഇനി ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് സൗരയുധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം. ഇതിങ്ങനെ മാറി മാറി വരാറുണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് എങ്ങാനും പോകണം. ഇത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നതാ? മാറി വരാറുണ്ട്. വ്യാഴം അല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം അല്ലെങ്കിൽ വ്യാഴം അല്ലെങ്കിൽ ശനിയോ വ്യാഴോ ഇങ്ങനെ മാറി മാറി വരാറുണ്ട്. അപ്പോൾ ജസ്റ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട് പോകുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 274 ഉപഗ്രഹങ്ങളുള്ള ശനിയാണ് നിലവിൽ സൗരയുധത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് പറയുന്നത്. ഇനി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് ക്രിസ്റ്റി കെവൻട്രി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളുമാണ് കെവൻട്രി എന്ന് പറയുന്നത്. പ്രത്യേകതയുണ്ട്. എവിടുത്തെ? ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വനിതയാണ് ആര്? ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളാണ് ആര്? കെവൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? ക്രിസ്റ്റി കെവൻട്രി ആണ്. ആഫ്രിക്കയാണ്, ആദ്യത്തെ വനിതയാണ്, ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ ആളുമാണ്. ഇനി ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് ഫിൻലാൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനമാണെങ്കിൽ എത്രയാ? 118. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ചോദിച്ചാൽ ഫിൻലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 118 ആണ്. ഇനി നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ എന്ന് പറയുന്നത്. ഇത് ഓർത്തു വെച്ചോ, ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നഗരങ്ങളിലെ ഭൂവിവരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതി ചോദിച്ചാൽ ഏതാ? നക്ഷയാണ്. എഴുതി വെച്ചോളൂ, നക്ഷയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാ? കൊച്ചിയിലാട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാ? കൊച്ചിയിലാണ്. ഇനി മനു ബാക്കർ BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. 2024 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? മനു ബാക്കറാണ്. ഏതിൻ്റെതാ? BBC-യുടേത് കേട്ടോ. ഏതിൻ്റെ? BBC-യുടേത്. BBC-യുടെ 2024 ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാ? മനു ബാക്കർ അല്ലെ? മനു ബാക്കർ ആണ്. ഇനി ഓസ്കാർ പുരസ്കാര ജേതാവായ ഹോളിവുഡ് നടൻ ജീൻ ഹാക്ക്മാൻ അന്തരിച്ചു. പ്രശസ്ത ഗാനരചയിതാവ് മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ അന്തരിച്ചു. ബോക്സിംഗ് ഇതിഹാസം ജോർജ് ഫോർമാൻ അന്തരിച്ചു. വിഖ്യാത സോവിയറ്റ് ചെസ് താരം ലോക ചാമ്പ്യനുമായിരുന്ന ബോറിസ് പാസ്കി അന്തരിച്ചു. ചിലപ്പോൾ ചോദിച്ചാലോ,
ഇനി ഇന്ത്യയിലെ ആദ്യ സംസ്ഥാന PSC മ്യൂസിയം തിരുവനന്തപുരത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന PSC മ്യൂസിയം കേട്ടോ. PSCയില് മ്യൂസിയം ആരംഭിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ PSC ആണ്. ആരാ ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇനി സൗദി അറേബ്യയിലെ റിയാദിലാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. PSC ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സൗദി അറേബ്യയിലെ റിയാദിലാണ് 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത്. ഇനി ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഹണി ബെഞ്ചമിൻ കൊല്ലം കോർപ്പറേഷൻ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. സെബിയുടെ ചെയർമാൻ, നിലവിലെ സെബിയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. സെബിയുടെ ചെയർമാൻ ആരാ? തുഹിൻ കാന്ത പാണ്ഡെ ആണ്. ഇനി സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തെരഞ്ഞെടുക്കപ്പെട്ടു. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ട് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ഡോക്ടർ എം ലീലാവതിക്ക് 55,555 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചു. ബുള്ളറ്റിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം ആർക്കാ? ഡോക്ടർ എം ലീലാവതിക്ക്. ഇനി എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായി. റവന്യൂ അവാർഡ് മികച്ച കളക്ടർ ആരാന്ന് ചോദിച്ചാൽ ആരാ? എറണാകുളം ജില്ലാ കളക്ടറായിട്ടുള്ള NSK ഉമേഷ് കേട്ടോ. NSK ഉമേഷ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ കളക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി സ്വീഡന്റെ അർമാൻഡ ഡുപ്ലസിസിനെ പോൾ വാൾട്ടിന്റെ 11ാം തവണയും ലോക റെക്കോർഡ്. ഇത് ഇങ്ങനെ ചോദിക്കാം. അർമാൻഡ് ഡുപ്ലന്റിസ് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണെന്ന് ചോദിക്കാം. ഏതാ? പോൾ വാൾട്ട് കേട്ടോ. പോൾ വാൾട്ട്. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും നവരത്ന പദവി ലഭിച്ചു. താഴെ തന്നിരിക്കുന്നതിൽ ഈ അടുത്തായിട്ട് നവരത്ന പദവി ലഭിച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഏതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്? ഒന്ന് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും ഇത് ഓർത്തു വെച്ചോ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷനും ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനും ഏതാ പദവി ലഭിച്ചത്? നവരത്ന പദവി ലഭിച്ചു. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഏതാ? തൃപ്പങ്ങോട് പഞ്ചായത്ത് കേട്ടോ. തൃപ്പങ്ങോട് പഞ്ചായത്ത് എവിടെയാ? മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് യാത്രാ സർവീസ് ആരംഭിച്ച സ്ഥലം ചോദിച്ചാൽ ഏതാ? തൃപ്രങ്ങോട് പഞ്ചായത്താണ്. എവിടെയാ? മലപ്പുറം ജില്ലയിലാണ്. ഇനി കേന്ദ്ര ലോ സെക്രട്ടറി ആയിട്ട് അഞ്ജു രതി റാണിയെ നിയമിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയാണ്. പ്രത്യേകതയും അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമ സെക്രട്ടറിയാണ് ആര്? നിലവിലെ കേന്ദ്ര ലോ സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജു രതി റാണി. ഇനി സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് അസം. മസ്റ്റാണ്, പഠിച്ചു വെച്ചോ. സ്വന്തമായിട്ട് ഉപഗ്രഹമുള്ള രാജ്യത്തെ ആദ്യ സംസ്ഥാനമാകാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? അസമാണ്. ഇനി 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ 100ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ 100ാം വാർഷികം ആഘോഷിച്ച പരിപാടി ഏത് ചോദിക്കാം. ഏതാ? 1925 മാർച്ച് 12 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ വർക്കല ശിവഗിരി മഠത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഇനി ലോക ജൂനിയർ ചെസ് കിരീടം ഇന്ത്യക്ക് പ്രണവ് വെങ്കടേഷ് ആണ്. ഫിഡെ അണ്ടർ-20 ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കിരീടം നേടിയത്. ലോക ജൂനിയർ ചെസ് കിരീടം ആർക്കാ? ഇന്ത്യക്കാണ് ലഭിച്ചത്. ആർക്കാ ലഭിച്ചത്? പ്രണവ് വെങ്കടേഷിന് കേട്ടോ. ആർക്കാ?
പ്രണവ് വെങ്കിടേഷിനാണ്. ഇനി 59ാം ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലക്ക് ലഭിച്ചു. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലക്ക് ലഭിച്ചു. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് ശുക്ല. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക് ഹിന്ദി സാഹിത്യകാരനായിട്ടുള്ള വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഛത്തീസ്ഗഡിൽ നിന്ന് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരൻ കൂടിയാണ് ആര്? ശുക്ല എന്ന് പറയുന്നത്. നമുക്കറിയാം എത്രയാ എമൗണ്ട്, നമുക്കത് ജ്ഞാനപീഠ പുരസ്കാരം എത്രയാന്ന് ചോദിച്ചാൽ 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ്. ഇനി ആകാശ ഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് സ്ഫിറക്സ് എന്ന ദൂരദർശിനി വിക്ഷേപിച്ച് നാസ. മസ്റ്റ് ഉറപ്പായിട്ട് ഞാൻ പറയാം, വരാൻ പോകുന്ന പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ഫിറക്സ് എന്ന ദൂരദർശിനി താഴെ പറയുന്ന ഏത് ബഹിരാകാശ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? നാസ കേട്ടോ. ഏതാ? നാസയാണ്. സ്ഫിറക്സ് നാസ. സ്ഫിറക്സ് നാസ ഓർത്തു വെച്ചോ. ആകാശ ഗംഗകളെ കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് വേണ്ടിയിട്ട് വിക്ഷേപിച്ച ദൂരദർശിനിയാണ് ഇത് സ്ഫിറക്സ് എന്ന് പറയുന്നത്. ആരുമായി ബന്ധപ്പെട്ടതാ? നാസയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ കേരളം ജേതാക്കളായി. 37ാമത് അഖിലേന്ത്യാ തപാൽ കലാമേളയിൽ ജേതാക്കളായതാര? കേരളമാണ്. ഇനി മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനത്തെ ഇന്ത്യയുടെ 58ാമത് കടുവാ സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചു. PYQ ഈ വർഷം നടന്ന, എനിക്കൊന്ന് ഡിഗ്രി പ്രിലിംസിനാണോ എന്ന് ഓർമ്മയില്ല, ഏതോ ഡ്രൈവർ എക്സാമിനോ ചോദിച്ചിട്ടുണ്ട്. മാധവ് ദേശീയോദ്യാനം താഴെ തന്നിരിക്കുന്നതിൽ ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാ? മധ്യപ്രദേശ്. എന്താ പ്രത്യേകത? ഇന്ത്യയിലെ 58ാമത്തെ കടുവാ സങ്കേതം കൂടിയാണ് ഇത് മാധവ് ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഏത് സംസ്ഥാനത്താ? മധ്യപ്രദേശിലാണ്. ഇനി മാർക്ക് കാണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു. മാർക്ക് കാണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് അധികാരമേറ്റു. കാണി കാനഡ. ഇനി UK പാർലമെന്റിലെ അംഗങ്ങൾക്ക് നൽകുന്ന സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക് ലഭിച്ചു. UK പാർലമെന്റ് അംഗങ്ങൾ നൽകുന്ന സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം തെലുങ്ക് നടൻ ചിരഞ്ജീവിക്ക് ലഭിച്ചു. ഇനി 2021-22 വർഷത്തെ കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം ലഭിച്ചത് MK സാനുവിനും M മുകുന്ദനുമാണ്. 2021 വർഷം ഓർത്തുകണേ. 2021-22 വർഷത്തെ കേരള സർവകലാശാല ONV പുരസ്കാരം MK സാനുവിനും M മുകുന്ദനും ലഭിച്ചു. ഇനി കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ എവിടെയാ സ്ഥാപിതമാകുന്നത്? തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാ? തിരുവനന്തപുരത്താണ്. ഇനി സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ IQ എയറിന്റെ 2024 റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 5ആണ്. ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, കോങ്കോ എന്നീ 5 രാജ്യങ്ങളാണ് 1 മുതൽ 4 വരെയുള്ള സ്ഥാനങ്ങളിൽ. ഒന്നാമതേതാ? ചാടാണ്. 2 ബംഗ്ലാദേശ്, 3 പാകിസ്ഥാൻ, 4 കോങ്കോ, 5 ഇന്ത്യ. അപ്പം 4 റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വായു മലിനീകരണമുള്ള രാജ്യം ചോദിച്ചാൽ ഏതാ? ചാഡ്. 2 ബംഗ്ലാദേശ്, 3 പാകിസ്ഥാന്, 4 കോങ്കോ, ഇന്ത്യ 5ാമത്. ഇനി അജയ് സേത്തിനെ പുതിയ ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. അജയ് സേത്തിനെ കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾ എവിടെയാ വേദിയാകുന്നത്? ഇംഗ്ലണ്ടിലാട്ടോ. എവിടെയാ? ഇംഗ്ലണ്ടിന് വേദിയാകും. 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾ നടക്കുന്ന രാജ്യം ചോദിച്ചാൽ ഏതാ? ഇംഗ്ലണ്ട് ആണ്. ഇനി വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ചോദിക്കാം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാനത്തെ NSS നാഷണൽ സർവീസ് സ്കീമും
ടീമും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഇത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇത് PSC ചോദിച്ചതാണ്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. എനിക്ക് തോന്നുന്നു ഏകദേശ കറണ്ട് അഫയേഴ്സും ചോദിക്കുന്നത് നമ്മുടെ ഇതിൽ തന്നെയാണ് കേട്ടോ, നമ്മുടെ ബുള്ളറ്റിൽ തന്നെയാണ് തോന്നുന്നുണ്ട്. കേരളത്തിൽ ലഹരി വ്യാപാരം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷനാണ് ഇത്, ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ്. ഇനി ഇലോൺ മസ്കിന്റെ XAI പുതുതായിട്ട് പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക് 3 എന്ന് പറയുന്നത്. ഇലോൺ മസ്കിന്റെ XAI പുതുതായിട്ട് പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ടിന്റെ പേര് ചോദിച്ചാൽ ഏതാ? ഗ്രോക്ക് 3 ആട്ടോ. ഏതാ? ഗ്രോക്ക് 3 ആണ്. ഇനി ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസ് ചന്ദ്രനില് സുരക്ഷിതമായിട്ട് ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ്. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. ഓർത്തു വെച്ചോ, ഡിഗ്രി ലെവലിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിലിറക്കി അമേരിക്കൻ സ്വകാര്യ കമ്പനിയായിട്ടുള്ള ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ സുരക്ഷിതമായിട്ട് ഇറക്കുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറാണ് ഇത്, ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത്. ലാൻഡിങ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ ആര് സ്വന്തമാക്കി? ബ്ലൂ ഗോസ്റ്റ് സ്വന്തമാക്കി. ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് KV കുമാരൻ അർഹനായി. L ഭൈരപ്പയുടെ കന്നഡ നോവലായ യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ KV കുമാരനാണ്. യാനം എന്ന പേര് L ഭൈരപ്പയുടെ കന്നഡ നോവലായിട്ടുള്ള യാനം അതേ പേരിൽ തന്നെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആര്? KV കുമാരൻ. അപ്പൊ അദ്ദേഹത്തിനാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനുള്ള 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇനി ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ചോദിക്കാം. സ്റ്റീവൻ സ്മിത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാം. അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ താരമായ സ്റ്റീവൻ സ്മിത്ത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ ചോദിക്കാം. ഓർത്തു വെച്ചോ, ഓസ്ട്രേലിയൻ താരമാണ് സ്റ്റീവൻ സ്മിത്ത്, ക്രിക്കറ്റ് താരമാണ് സ്റ്റീവൻ സ്മിത്ത്. അദ്ദേഹം വിരമിച്ചു. ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അചന്ത ശരത് കമൽ മത്സര രംഗത്ത് നിന്ന് വിട പറയുന്നു. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽ രത്ന നേടിയിട്ടുണ്ട്. അപ്പോ അചന്ത ശരത് കമൽ ഏത് താര? ടേബിൾ ടെന്നീസ് താരം അല്ലെ. ഇന്ത്യയുടെ ടേബിൾ ടെന്നീസ് താരമാണ് ആര്? അചന്ത ശരത് കമൽ എന്ന് പറയുന്നത്. അവർക്ക് 2022 എന്ത് കിട്ടിയിട്ടുണ്ട്? ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇനി ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ മുഷ്ഫിഖുർ റഹ്മാൻ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. മുഷ്ഫിഖുർ റഹ്മാൻ ക്രിക്കറ്റ് താരമാണ്, ബംഗ്ലാദേശിന്റെ താരം കൂടിയാണ്. ഇനി മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം മൗറീഷ്യസ് പ്രസിഡന്റ് ധരംബീർ ഗോകുൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ നേതാവ് ആരാ? നരേന്ദ്രമോദി. ഓപ്ഷനിൽ നമ്മുടെ പ്രസിഡന്റ് മുർമുവിന്റെ പേരൊക്കെ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? അങ്ങോട്ടൊന്നും പോകട്ടെ. ആർക്കാ ലഭിച്ചത്? നരേന്ദ്രമോദിക്കാണ്. ഇനി കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വേണ്ടിയിട്ട് അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച് കോട്ടയം IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും വേണ്ടിയിട്ട് അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ച സ്ഥാപനം ചോദിച്ചാൽ ഏതാ? കോട്ടയം IIT ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ്. ഇനി സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്ത SDS-01, SDX-02 എന്നീ പേടകങ്ങൾ 2 മാസത്തിന് ശേഷം വേർപെടുത്തി US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത്
ഡോക്കിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ ഡോക്കിങ്ങിന് ഉപയോഗിച്ച ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഡോക്കിങ്ങിന് ഉപയോഗിച്ച പേടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാ? SDX നോട്ട് 1ഉം SDX നോട്ട് 2 ആണ്. ഒന്ന് ജെയ്സറും ഒന്ന് ടാർഗറ്റും. ഓർത്തു വെച്ചോ. ഇന്ത്യ പിന്നെ സ്പേസ് ഡോക്കിങ്ങിന് ഉപയോഗിച്ച പേടകങ്ങൾ ചോദിക്കാം ഏതൊക്കെയാ? SDX നോട്ട് 1, SDX നോട്ട് 2. നോട്ട് 1 ജെയ്സറും നോട്ട് 2 ടാർഗറ്റുമാണ്. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നു ജസ്റ്റിസ് വി രാമസ്വാമി. അദ്ദേഹം അന്തരിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ ജഡ്ജി ചോദിച്ചാൽ ആരാ? ജസ്റ്റിസ് വി രാമസ്വാമിയാണ്. അദ്ദേഹം അന്തരിച്ചു. ഇനി ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി അന്തരിച്ചു. ഓർത്തു വെച്ചോ, ഇദ്ദേഹം ക്രിക്കറ്റ് താരം അല്ലേ. ഇപ്പൊ ചോദിക്കാം ആബിദ് അലി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ ചോദിക്കാം. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ AK പുതുശ്ശേരി അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി ദേവേന്ദ്ര പ്രധാൻ അന്തരിച്ചു. ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P രാജേന്ദ്രൻ അന്തരിച്ചു. ഇനി വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം മുംബൈ ഇന്ത്യൻസിനെ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 8 റൺസിനാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ 2025 നടന്ന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടത്തിൽ ജേതാക്കളായ ടീം ചോദിക്കാം ഏതാ? മുംബൈ ഇന്ത്യൻസ് ആണ്. ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ജേതാക്കളായി ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ ആയിരുന്നു തോൽപ്പിച്ചത്. ടെഹ്റാൻ എന്ന് പറയുന്നതും ഇറാനിൽ തന്നെ കേട്ടോ. അപ്പൊ 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ രാജ്യം ചോദിച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇവിടെ വെച്ചാണ് നടന്നത്? ടെഹ്റാൻ എവിടെയാ? ഇറാനിലാണ്. ഫൈനലിൽ ഇന്ത്യ തോൽപ്പിച്ചതാരെയാ? അതും ഇറാനെയാണ്. ഇനി പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യയുടെ അരവിന്ദ് ചിദംബരത്തിന് കിരീടം. പ്രാഗ് മാസ്റ്റേഴ്സ് എന്തുമായി ബന്ധപ്പെട്ടതാ? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ജേതാവായതാര? അരവിന്ദ് ചിദംബരമാണ്. അപ്പോൾ നേരെ തിരിച്ചും ചോദിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ അരവിന്ദ് ചിദംബരം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർത്തു വെച്ചോ. ചെസ്. അരവിന്ദ് ചിദംബരം ചെസ് ആണ്. ഇനി താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ നിഹാൽ സരിന് കിരീടം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ മലയാളി ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള നിഹാൽ സരിന് കിരീടം. ഇനി 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ട് ഗുരീന്ദർ വീർ സിംഗ്. 10.20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡിട്ടാര? ഗുരീന്ദർ വീർ സിംഗ് ആണ്. ഇനി തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാനന്ദ ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. തോമസ് ബാക്കിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഓർത്തു വെച്ചോ. ചോദിക്കാം. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഇനി കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ കേട്ടോ. കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് വേ സർവേ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായിട്ട് പൂനം ഗുപ്തയെ നിയമിച്ചു. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ചോദിച്ചാൽ ആരാ? പൂനം ഗുപ്തയാട്ടോ. പൂനം ഗുപ്തയാണ്. ഇനി ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ഇലോൺ മസ്ക് ആഗോളതലത്തിൽ ഒന്നാമതെത്തി. 34,200 കോടി ഡോളറാണ് മാസ്കിന്റെ ആസ്തി എന്ന് പറയുന്നത്. 9,250 കോടി ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ. 550 കോടി ഡോളർ ആസ്തിയുള്ള MA യൂസഫലിയാണ് അതിസമ്പന്നനായ മലയാളി. 2025 ബിംസ്റ്റെക് ഉച്ചകോടി എവിടെയാ? തായ്ലാൻഡിൽ കേട്ടോ. 2025 ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാ? തായ്ലാൻഡ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാ? തായ്ലാൻഡ് ആണ്. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോചാസ് 25. ഗ്രീസിലെ ആൻഡ്രാവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസത്തിന്റെ പേരാണെന്ത്? ഇനിയോചോസ്. ഇനിയോചോസ് 25. ഇനി രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം 2025 ഏപ്രിൽ 26
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു? ഡേറ്റ് ഓർത്തു വെച്ചോ, ആവശ്യം വരും. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണേത്? നമ്മുടെ പാമ്പൻ പാലം എന്ന് പറയുന്നത് 2025 ഏപ്രിൽ 6-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. ഇതിനെ പറ്റിയിട്ടൊക്കെ PSC സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇതിൽ ചെറിയൊരു പോയിന്റ് നമ്മുടെ പാലത്തെ കുറിച്ചുണ്ട്, അതൊന്ന് നോക്കിയാലോ. പാമ്പൻ പാലം, പഴയ പാമ്പൻ പാലം 10 വിവരങ്ങളിൽ നമ്മുടെ ബുള്ളറ്റിൽ വന്നതാണ്. ഉദ്ഘാടനം 1914 ഫെബ്രുവരി 24-നായിരുന്നു പഴയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത്. റെയിൽവേ പാലമായിരുന്നു. സ്ഥാനം എന്ന് പറയുന്നത് മുന്തുവം മുതൽ രാമേശ്വരം ദ്വീപ് വരെയായിരുന്നു. ഏകദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 2065 മീറ്റർ. പഴയ പാമ്പൻ പാലത്തിന്റെ വിവരങ്ങളാണ് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമായിരുന്നു ഇത് പാമ്പൻ പാലം. കടലിനു മീതെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാലമായിരുന്നു ഇത് പാമ്പൻ പാലം എന്ന് പറയുന്നത്. തുറക്കാവുന്ന വിഭാഗം ഇരട്ട ലീവ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് ആയിരുന്നു. ഡബിൾ ലീഫ് ബാസ്ക്യൂൾ ബ്രിഡ്ജ് പാലമായിരുന്നു ഇത് പാമ്പൻ പാലം, പഴയ പാമ്പൻ പാലം. പാലം കടക്കുന്ന സ്ഥലം പാമ്പൻ ചാനൽ എന്നറിയപ്പെട്ടു. മുൻകാലത്തെ പ്രധാന പങ്ക്, തമിഴ്നാട്ടിലെ രാമേശ്വരവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏക വഴിയായിരുന്നു നമ്മുടെ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഇനി പുതിയ പാലത്തിന്റെ വിവരങ്ങൾ, ഇതാണ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത്. 2019 ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായി. അപ്പോൾ പുതിയ പാമ്പൻ പാലം ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ വർഷം ചോദിച്ചാൽ ഏതാ? 2019 വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ആയിരുന്നു കേട്ടോ. നേരിട്ട് ഉയർത്താൻ കഴിയുന്ന വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ സീ ബ്രിഡ്ജ് ആണ് ഇത് പുതിയ പാമ്പൻ പാലം എന്ന് പറയുന്നത്. ഏകദേശ ദൈർഘ്യം എന്ന് പറയുന്നത് 2.07 കിലോമീറ്റർ, 2.07 കിലോമീറ്റർ. ഇത് ഓർത്തു വെച്ചോ, 2.07 കിലോമീറ്റർ ആണ് പുതിയ പാമ്പൻ പാലത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. 63 മീറ്റർ ഭാഗം ഉയർത്താനാകും. മുകളിലേക്ക് ഓട്ടോമാറ്റിക് ലിഫ്റ്റ് സംവിധാനം വഴി 63 മീറ്റർ എന്ത് ചെയ്യാൻ പറ്റും? ഉയർത്താൻ കഴിയുന്നതാണ്. ട്രെയിനിന്റെ വേഗത, ഈ പാലത്തിലൂടെ ട്രെയിനിന്റെ വേഗത എന്ന് പറയുന്നത് പരമാവധി 100 km/h, ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. പഴയ പാലത്തിന് പകരം കൂടുതൽ സുരക്ഷയും ശേഷിയുമുള്ള പുതിയ പാലമാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേറെന്താ? നിർമ്മാണം നടത്തിയത് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് കേട്ടോ. പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം നടത്തിയത് ചോദിച്ചാൽ ആരാ? റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ്. ഉദ്ഘാടനം നമ്മൾ പറഞ്ഞു 2025 ഏപ്രിൽ 6-ന്. ആരായിരുന്നു ഉദ്ഘാടനം ചെയ്തത്? നരേന്ദ്ര മോദിയാണ്. ഇനി ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. PSC ചോദിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസമാണ് ബോംഗോ സാഗർ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരാണ് എന്ത്? ബോംഗോ സാഗർ. ഇനി ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്ര വിഭൂഷണ പുരസ്കാരം ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായക പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഇപ്പൊ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് ഇത് മിത്ര വിഭൂഷണ എന്ന് പറയുന്നത്. ആർക്ക് ലഭിച്ചു? നമ്മുടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചു. മെയ് മാസത്തെയാണ്. ISL കിരീടം മോഹൻ ബഗാൻ ഫൈനലിൽ ബംഗളൂരു FC തോൽപ്പിച്ചു. 2025 ISL കിരീടം നേടിയ ടീം ചോദിച്ചാൽ ഏതാ? മോഹൻ ബഗാൻ ആണ്. ഫൈനലിൽ ആരെയാ പരാജയപ്പെടുത്തിയത്? ബംഗളൂരു FC ആണ് പരാജയപ്പെടുത്തിയത്. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് വിജയിയാകുന്ന പ്രായമേറിയ താരമാണ് രോഹൻ ബൊപ്പണ്ണ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ, അത് വേണ്ട, മാർച്ചിൽ താരാവശ്യമില്ല നമുക്ക്. ഇനി ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ഫിഡെ വനിതാ ഗ്രാൻഡ് പ്രീ ചെസ്സിൽ ഇന്ത്യയുടെ കൊനേരു ഹംപിക്ക് കിരീടം. ചൈനയുടെ ജൂ വെൻചുൻ ലോക വനിതാ ചെസ് ചാമ്പ്യനായി. അപ്പോൾ നിലവിലെ ലോക വനിതാ ചെസ് ചാമ്പ്യൻ ചോദിച്ചാൽ ആരാ? ജൂ വെൻചുൻ. ജൂ വെൻചുൻ ആണ്. ഇനി ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലിനും പോൾ വാൾട്ട് താരം അർമാൻഡ് ഡുപ്ലന്റിസിനും ജിംനാസ്റ്റിക് താരം സിമോൺ ബൈൽസിനും ലോറസ് പുരസ്കാരം ലഭിച്ചു.
2025 ലോറസ് പുരസ്കാരം ലഭിച്ചവരാണ് ടെന്നീസ് ഇതിഹാസം റാഫേൽ നദാലും, പോൾ വാൾട്ട് താരം അർമാൻഡ് ഡുപ്ലന്റിസിസ്, അതുപോലെ ജിംനാസ്റ്റിക് താരം സിമോൺ ബെയിൽസ്. ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാര ലിവർപൂൾ ചാമ്പ്യന്മാരായി. 2024-25 വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടിയതാര ലിവർപൂൾ ആണ്. ഇനി ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025, ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2025 മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായിക ചോദിച്ചാൽ ഇന്ദു ലക്ഷ്മി, മികച്ച സംവിധായിക ചോദിച്ചാൽ ആരാ? ഇന്ദു ലക്ഷ്മിയാണ് സിനിമ അപ്പുറം എന്നുള്ളതാണ്. മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി നസ്രിയ നസീമും റിമ കല്ലിങ്കലും. ചലച്ചിത്ര രത്ന പുരസ്കാരം വിജയകൃഷ്ണൻ എന്ന ക്രിട്ടിക്സ് റൂബി ജൂബിലി അവാർഡ് നേടിയത് ജഗദീഷാണ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ, മികച്ച പിന്നണി ഗായിക വൈക്കം ജയലക്ഷ്മി. അപ്പോൾ മികച്ച സിനിമ ആരാ? ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സിനിമ ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായികയാണെങ്കിൽ ഇന്ദു ലക്ഷ്മി. മികച്ച നടനാണെങ്കിൽ ടൊവിനോ തോമസ്, മികച്ച നടി നസ്രിയ നസീമും റീമ കല്ലിങ്കലുമാണ്. മികച്ച പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനും, അതുപോലെ മികച്ച പിന്നണി ഗായികയാണെങ്കിൽ ആരാ? വൈക്കം വിജയലക്ഷ്മിയുമാണ്. ഇനി ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായി. ഇതൊക്കെ എഴുതിയെടുത്ത് പഠിക്കണേ. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി 23ാം നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായി. ഇനി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പേർട്ട് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് ആയിട്ട് SC റെൽഹാൻ ചുമതലയേറ്റു. ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇനി ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് സുദർശൻ പട്നായിക്. ഫ്രെഡ് ഡാരിങ്ടൺ സാൻഡ് മാസ്റ്റർ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? സുദർശൻ പട്നായിക്. ഇനി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാ? JD വാൻസ് അല്ലെ. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ് ആര്? JD വാൻസ്. ഹ്രസ്വ സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തി. ഓർത്തു വെച്ചു. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ എഴുതണം ആരാ? JD വാൻസ് ആണ്. ഇനി 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലെത്തി. സംസ്ഥാനത്തിന്റെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഡോക്ടർ ജയതിലക് ചുമതലയേറ്റു കേട്ടോ. സംസ്ഥാനത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ചോദിച്ചാലും 50ാമത്തെ ചീഫ് സെക്രട്ടറി ചോദിച്ചാലും ആരാ? ഡോക്ടർ ജയതിലക് ആണ്. ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ആക്രമൺ എന്ന് പറയുന്നത്. ആക്രമൺ കേട്ടോ. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ വ്യോമാഭ്യാസ ശക്തി പ്രകടനമാണ് ഇത് ആക്രമൺ എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം. ഇനി ആണവ അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യയിൽ പുതിയ സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. പ്രൊജക്ട് വർഷ എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഓർത്തു വെക്കണം. അന്തർവാഹിനികൾക്കും യുദ്ധക്കപ്പലുകൾക്കുമായിട്ട് ഇന്ത്യയിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന സബ്മറൈൻ നേവൽ ബേസ് നിർമ്മിക്കുന്നത് എവിടെയാ? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്താണ്. ഈ പദ്ധതിക്ക് ഒരു പേരുണ്ട്. എന്താ? പ്രൊജക്ട് വർഷ കേട്ടോ. പ്രൊജക്ട് വർഷ എന്നാണ്. ഇനി ലേസർ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ, US, റഷ്യ, ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈവശമാക്കിയ രാജ്യങ്ങള്. ഓക്കെ. ലേസർ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ നേരിടുന്ന സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യമാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. 1 US, 2 റഷ്യ, 3 ചൈന എന്നിവയാണ് നേരത്തെ ഈ സാങ്കേതിക വിദ്യ കൈക്കലാക്കിയ രാജ്യങ്ങൾ. ഇനി വൈക്കം ചന്ദ്രശേഖരൻ നായർ സാഹിത്യ പുരസ്കാരം ബൈജു ചന്ദ്രൻ ലഭിച്ചു. ആവശ്യമില്ല. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് ഹ്യൂമനോഡ് റോബോട്ടായ വ്യോം മിത്രയെ വൈകാതെ ബഹിരാകാശത്തേക്ക് അയക്കും. ഈ ഒരു കാര്യം ഓർത്തുക. എന്താണ് വ്യോം മിത്ര എന്ന് പറഞ്ഞാൽ? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു ഹ്യൂമനോഡ് റോബോട്ടിന് എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശത്ത് അയക്കുന്നുണ്ട്. ആ റോബോട്ടിന്റെ പേരാണ് എന്ത്? വ്യോം മിത്ര എന്ന് പറയുന്നത്. ഇനി ഇത് PSC ഓൾറെഡി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഈ ഡേറ്റ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം, മാസം, ഡേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതാ?
മെയ് 2 കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നരേന്ദ്രമോദി എന്ത് ചെയ്തത്? രാജ്യത്തിന് സമർപ്പിച്ചത്. ഈ ഡേറ്റ് എന്തായാലും ഓർത്തു വെക്കണേ നിങ്ങൾ. ഇനി ആഗോള കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയായിട്ട് അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രോവോ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി മുതൽ അറിയപ്പെടുന്നത്. ലിയോ 14. ഇനി പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി എന്താ? ഓപ്പറേഷൻ സിന്ദൂർ അല്ലെ? ഓപ്പറേഷൻ സിന്ദൂർ ആണ്. ഇനി സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് BR ഗവായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി കനേഡിയൻ പ്രധാനമന്ത്രിയായിട്ട് ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാണി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാർക്ക് കാണി 4 വർഷത്തേക്ക് കൂടി തെരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ പ്രധാനമന്ത്രി, നിലവിലെ കാനഡയുടെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാ? കാനഡ കാണി കേട്ടോ, മാർക്ക് കാണിയാണ്. ഇനി ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതൊക്കെ ചോദിക്കുന്ന രാജ്യങ്ങളാണ്. ആന്റണി ആൽബനീസ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ? ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രിയാണ്. ജർമ്മനിയുടെ 10ാം ചാൻസലറായിട്ട് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെർസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലറായിട്ട് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡ്രിക് മെൽസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരെ? നമ്മൾ നേരത്തെ PDF ഉണ്ടായിരുന്ന ആരാ? പൂനം ഗുപ്ത അല്ലെ? RBIയുടെ നിലവിലെ ഡെപ്യൂട്ടി ഗവർണർ ചോദിച്ചാൽ ആരാ? പൂനം ഗുപ്തയാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS കേട്ടോ. പിറ്റ് NDPS. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമത്തിന്റെ പേര് ചിലപ്പോൾ ചോദിക്കാം. എന്താ? പിറ്റ് NDPS കേട്ടോ. പിറ്റ് NDPS. ഇനി നിപുൺ അഗർവാള് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആണ് നിപുൺ അഗർവാൾ എന്തിന്റെ? എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായിട്ട് നിയമിതനായി. ഇനി ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് ചോദിച്ചാൽ എവിടെയാ? ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എവിടെയാണ് വരുന്നത്? ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ചോദിച്ചാൽ ഏതാ? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. ഇനി ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായിട്ട് മാറി. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായിട്ട് രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. രാജേഷ് രവീന്ദ്രനാണ്. ഇനി ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി. ഇനി ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലൊറൻസോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിട്ട് ന്യൂഡൽഹിയിലെത്തി. ചിലപ്പോൾ ചോദിക്കുക, ഈ അടുത്ത് ഇന്ത്യ സന്ദർശിച്ച ജാവോ മാനുവൽ ലൊറൻസോ ഏത് രാജ്യത്തെ പ്രസിഡന്റാന്ന് ചോദിക്കാം. ഏതാ? അങ്കോളയുടെ പ്രസിഡന്റാണ് ആര്? ജാവോ മാനുവൽ ലൊറൻസോ. ഇനി ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന് ലഭിച്ചു. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മൈക്ക് പെൻസിന് ലഭിച്ചു. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേക്ഷണത്തിനായിട്ട് വിക്ഷേപിച്ച
കോസ്മോസ് 482 പേടകത്തിന്റെ ലാൻഡിംഗ് മൊഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. ഒന്നും ആവശ്യമില്ല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഇതൊക്കെ പ്രത്യേകതകൾ ഓർത്തു വെച്ചോ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റഡ് ടെർമിനൽ തുറമുഖം ചോദിച്ചാൽ ഏതാ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് അലോക് ജോഷി നിയമിതനായി. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാ? അലോക് ജോഷിയാണ്. ഇനി ഹാൾ നോട്ട് 96 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ ചോദിച്ചാൽ ഹൾ 096. ഹൾ 096 ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലായിട്ട് അറിയപ്പെടുന്നത്. ഇനി സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഈ പ്രസ് ഫോട്ടോ അവാർഡ് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്. ഇരു കൈകളും മറ്റുപോയ പലസ്തീൻ ബാലനായ മഹ്മൂദ് അജോറിന്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനായി. ഇതാണ് പുരസ്കാരം. ഫോട്ടോ ഇതാണ്. നോക്കി വെച്ചോ. ഫോട്ടോ ഒന്നും തരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. ഇപ്പോൾ 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാ? സമർ അബു എലൂഫിനാണ്. ഇരു കൈകളും മറ്റുപോയ പലസ്തീൻ ബാലനായ മഹ്മൂദ് അജോറിന്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹനായത്. ഈ 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാ? വൈഭവാണ്. ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചോദിച്ചാൽ എന്താ? ഗജസിംഹയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക് ഫൈനല് ജംഷഡ്പൂർ FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. ഇനി മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിത 1-ാം നമ്പർ താരമായ ആര്യാന സബലങ്ക് ലഭിച്ചു. ഫൈനൽ അമേരിക്കയുടെ കൊക്കോ ഗഫിനെയാണ് ബെലോറുസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇനി ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യം നൽകി ആദരിച്ചിട്ടുണ്ടായിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. ഇതൊക്കെ ജസ്റ്റ് ഓർത്തു വെച്ചാൽ മതി. ഇനി ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആർക്കാ? ആലങ്കോട് ലീലാ കൃഷ്ണനാണ്. 2025 പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് ആലങ്കോട് ലീലാ കൃഷ്ണനാണ്. ഇനി മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനക്കുള്ള പ്രൊഫസർ P രഘുരാമൻ നായർ ട്രസ്റ്റിന്റെ സാഹിത്യ പുരസ്കാരം K ജയകുമാറിന് ലഭിച്ചു. ആവശ്യമില്ല, ഇത്രയും കേട്ടു. ഇനി അടുത്ത് നോക്കാം. ഇനി ജൂൺ മാസത്തെയാണ്. അജയ് കുമാർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റു. നിലവില് UPSCയുടെ ചെയർമാൻ ചോദിച്ചാൽ ആരാ? അജയ് കുമാർ ആണ് അല്ലെ. ഡോക്ടർ അജയ് കുമാർ ആണ് UPSCയുടെ ചെയർമാനായിട്ട് നിലവിൽ സ്ഥാനത്ത് വഹിക്കുന്നത്. ഇനി OM ശാലീന കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ്. അപ്പോൾ OM ശാലീന കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആണ്. നിലവിലെ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആരാ? OM ശാലീനയാണ്. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് OM ശാലീന. ഇനി 13 വയസ്സിനിടെ രണ്ട് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലനാണ് കാസർഗോഡ് സ്വദേശിയായ സൂര്യനാരായണൻ. 13 വയസ്സിനിടെ 2 ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി പ്രശസ്തനായ മലയാളി ബാലൻ സൂര്യനാരായണനാണ്. എവിടുന്ന? കാസർഗോഡ് സ്വദേശിയാണ്.
ഇനി ലോറൻസ് വോങ് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഒന്നും ആവശ്യമില്ല. 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യക്ക് 130-ാം സ്ഥാനം. ഇത് ഓർത്തു വെച്ചോ. 1-ാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. അപ്പൊ 2025 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 130, 1-ാം സ്ഥാനത്ത് ആരാ? ഐസ്ലാൻഡ് ആണ്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. എവിടെയാ? മുംബൈയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ സർവകലാശാല, US സർവകലാശാലയാണ് ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇല്ലിനോയ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാ പ്രവർത്തനം ആരംഭിക്കുന്നത്? മുംബൈയിലാണ്. ഇനി ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യക്ക് 151-ാം സ്ഥാനം. ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്ര? 151-ാമതാണ്. ഇനി 1-ാം സ്ഥാനത്ത് ചോദിച്ചാൽ ആരാ? ഫിൻലാൻഡ്. 1-ാം സ്ഥാനത്ത് ആരാ? ഫിൻലാൻഡ് ആണ്. ഇനി റൊമാനിയൻ പ്രസിഡന്റ് ആയിട്ട് നിക്കുസോർ ഡാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇനി പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ബലൂചിസ്ഥാന്. ഇനി അരുണാബ് ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായിട്ട് നിയമിതനായി. അരുണാബ് ഘോഷ് UN കാലാവസ്ഥാ സമ്മേളനത്തിന്റെ ദക്ഷിണേഷ്യൻ പ്രതിനിധിയായിട്ട് നിയമിതനായി. ഇനി കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദിയാകുന്നത്. കൊട്ടാരക്കര കേട്ടോ. 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളക്ക് വേദിയാകുന്ന സ്ഥലം ചോദിച്ചാൽ ഏതാ? കൊട്ടാരക്കരയാണ്. ഈ മധ്യപ്രദേശിലെ ഇൻഡോർ യാചകമുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. താഴെ തന്നിരിക്കുന്നതിൽ യാചകമുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏത് ചോദിച്ചാൽ എഴുതിക്കോ. ഇൻഡോർ അല്ലെ, മധ്യപ്രദേശിലെ ഇൻഡോർ ആണ്. ഇനി പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രം മുഖരാഗം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നു. മുഖരാഗം ആരുമായിട്ട് ബന്ധപ്പെട്ടതാ? മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഇത് മുഖരാഗം എന്ന് പറയുന്നത്. നഗരപ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് വിമൺ ഫോർ ട്രീ അഥവാ ഹരിത നഗരം എന്ന് പറയുന്നത്. വിമൺ ഫോർ ട്രീ, ഹരിത നഗരം. ഓക്കെ, നഗരപ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ പേരാണെന്ത്? വിമൺ ഫോർ ട്രീ എന്ന് പറയുന്നത്. ഇനി ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം കന്നഡ സാഹിത്യകാരി ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായിട്ടുള്ള ഹാർട്ട് ലാമ്പിന് ലഭിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ആർക്കാ? കന്നഡ സാഹിത്യകാരിയായിട്ടുള്ള ബാനു മുഷ്താഖിന്റെ 12 ചെറുകഥകളുടെ സമാഹാരമായിട്ടുള്ള ഹാർട്ട് ലാമ്പിന് ലഭിച്ചു. ഇനി ONV സാഹിത്യ പുരസ്കാരം കവി പ്രഭാവർമ്മക്ക് 3 ലക്ഷം രൂപയും ശിലാഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2008 അവസാനമായിട്ട് പ്രഖ്യാപിച്ച ONV സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? പ്രഭാവർമ്മക്കാണ്. ഇനി വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 മാധവിക്കുട്ടി പുരസ്കാരം സുഭാഷ് ചന്ദ്രന്. MP വീരേന്ദ്രകുമാർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ചാരുപാറ രവിക്ക് ലഭിച്ചു. ഇനി പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന്. പ്രഥമ ഹെർമൻ ഗുണ്ടർട്ട് പുരസ്കാരം ആർക്കാ? ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിന് ലഭിച്ചു. ഇനി ഗായകൻ ബിജു നാരായണന് കലാരത്ന പുരസ്കാരം 1 ലക്ഷം രൂപയും ശിലാഫലകവും അടങ്ങുന്നതാണ്. ഈ തപസ്സ കലാസാഹിത്യ വേദിയുടെ മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരം സാഹിത്യ നിരൂപകൻ ആശ മേനോന് ലഭിച്ചു. ഇനി കുറച്ച് സ്പോർട്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ ചോദിച്ചാൽ ആരാ? ശുഭ്മാൻ ഗില്ലാണ്. ഇനി ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിന് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളീനിക്കാണ്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗൗഫിനെ പരാജയപ്പെടുത്തി. ഇനി പ്രമുഖ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രക്ക് ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ഓർത്തുക്കണേ.
പ്രമുഖ ജാവലിൻ താരം നമ്മുടെ നീരജ് ചോപ്രക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചു. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ട് മാറി നീരജ് ചോപ്ര മാറി. ഈ സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശ് ആയിരുന്നു സാഫ് അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത്. ഇനി സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ ചാമ്പ്യനായി. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാൻഷുവിലാണ് ലോകത്തെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ഇതും ജസ്റ്റ് ഓർമ്മിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തിലെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ഇനി ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായിട്ട് നൊവാക് ജോക്കോവിച്ച് മാറി. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായിട്ട് ആര് മാറി? നൊവാക് ജോക്കോവിച്ച് മാറി. അപ്പോൾ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ 3 താരങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചോ. ജിമ്മി കോണേഴ്സും അതുപോലെ റോജർ ഫെഡററും പിന്നെയുള്ളതാരാ? നൊവാക് ജോക്കോവിച്ചുമാണ്. ഇനി ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഭാർഗവാസ്ത്ര വിജയകരമായിട്ട് പരീക്ഷിച്ചു. അപ്പോൾ ഈ ഭാർഗവാസ്ത്ര എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈലാണ് ഇത് ഭാർഗവാസ്ത്ര. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായിട്ട് തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് 31ാം തവണയും കീഴടക്കി നേപ്പാളി ഷെർപ്പ കാമി റീത്ത ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയായി. 51ാം വയസ്സിൽ 19 തവണ എവറസ്റ്റ് കയറി ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കയറിയ ഷെർപ്പ വിഭാഗത്തിൽ പെടാത്ത ആളെന്ന നേട്ടം സ്വന്തമാക്കി ഇംഗ്ലണ്ടുകാരനായ കെൻടൺ കൂള്. ഇനി ചോൻസിൻ ആങ്മയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത. ചോൻസിൻ ആങ്മയാണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഈ ഡേറ്റ് ഓർത്തുകൊള്ളണം, ഡേറ്റ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ഏതാ? ചെനാബ് പാലമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി ആര് ഉദ്ഘാടനം ചെയ്തു? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇനി കരോൾ നെവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ലീജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം സർവകലാശാല VC ആയിട്ട് പ്രസാദിനെ ഗവർണർ നിയമിച്ചു. ഓർത്തുവെച്ചോ. മലയാളം തുഞ്ചത്ത് എഴുത്തച്ഛൻ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടാരാ? ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. ഇനി മഞ്ഞുമല വീണ് നാമാവശേഷമായി ബ്ലാറ്റൺ എന്ന സ്വിസ് ഗ്രാമം. ഇതൊക്കെ ഓർത്തു വെച്ചു. ഇങ്ങനത്തെയൊക്കെ ചിലപ്പം PSC ചോദിക്കുന്നതാണ്. മഞ്ഞുമല വീണ് നാമവിശേഷമായിട്ട് മാറിയ ബ്ലാറ്റൺ എന്ന് സ്വിസ് നഗരം. ബ്ലാറ്റൺ എന്ന് പറയുന്ന നഗരം എവിടെയാന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡ് എന്ന കാര്യം ഓർത്തു വെക്കുക. ഇനി ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായിട്ട് ജർമ്മനിയുടെ അനലീന ബാർബൊക്കിനെ തെരഞ്ഞെടുത്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായിട്ട് ജർമ്മനിയുടെ അനലീന ബാർബൊക്കിനെ തെരഞ്ഞെടുത്തു. ഇനി കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഗൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി റെയിൽ പാത ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചി ഖാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകത ഓർത്തു നോക്കുക, രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമാണ് ഇത് അഞ്ചി ഖാദ് പാലം ഉദ്ഘാടനം ചെയ്തതാര? പ്രധാനമന്ത്രിയാണ്. ഇനി നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാൻ ഒരുങ്ങി കൊച്ചി കപ്പൽശാല. നവരത്ന കമ്പനി
നവരത്ന പദവി കിട്ടാൻ പോവാണ് ഏതിന്? നമ്മുടെ കൊച്ചി കപ്പൽശാലക്ക്. ഇനി 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടി ജാഫർ പനാഹി ഫ്രം ഇറാൻ. ഓർത്തു വെച്ചോ, 78ാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത് പാംതോർ എന്ന് പറയുന്നത്. അത് 78ാം ചലച്ചിത്രമേളയിൽ നേടിയതാര? ജാഫർ പനാഹിയാണ്. ഇനി ഉള്ളൂർ എസ് പരമേശ്വരയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതവുമായ മഞ്ജു വെള്ളാണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരനും ലഭിച്ചു. ഇനി തായ്ലാന്റിന്റെ ഒപ്പാൽ സുചാത ചോങ്സി ലോക സുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇവളാണ് നിലവിലെ ലോക സുന്ദരി. തായ്ലാന്റിന്റെ ഒപ്പാൽ സുചാത ചോങ്സി ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനല് എത്യോപ്യയുടെ ഹാസെ ദൊറജയെ മറികടന്നാണ് ഒപ്പാൽ 72ാമത് ലോകസുന്ദരിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് MSC ഐറീന എന്ന് പറയുന്നത്. അത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം നടക്കുന്നത് എവിടെയാ? ഫ്രാൻസിലെ നീസിൽ നടന്നു. ഫ്രാൻസിലെ നീസ്. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം എവിടെയാണ് നടന്നത്? ഫ്രാൻസിലെ നീസിലാണ്. ഇനി ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ ഏതാ? ചൈനയാണ്. ഇനി 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം നേടിയതാര? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. അല്ലെ, ഫൈനൽ ആരെ പരാജയപ്പെടുത്തി? കിങ്സ് പഞ്ചാബിനെ പരാജയപ്പെടുത്തിയിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. ഇനി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കൊക്കോ ഗൌഫിന് ലഭിച്ചു. ഫൈനലിൽ ബലാറസിന്റെ ആര്യാന സബലങ്കയെയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം കൊക്കോ ഗൌഫിനാണ്. ഫൈനലിൽ ബലാറസിന്റെ ആര്യാന സബലങ്കയെയാണ് കീഴടക്കിയത്. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടമാണെങ്കിൽ സ്പാനിഷ് താരമായ കാർലോസ് അൽക്കാരസിനാണ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ആണെങ്കിൽ കൊക്കോ ഗൌഫിനും, പുരുഷ സിംഗിൾസ് കിരീടമാണെങ്കിൽ കാർലോസ് അൽക്കാരസിനുമാണ്. ഇനി പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. ഇപ്പം എന്താ പറഞ്ഞേ? പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കിയതായിരിക്കാം കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനിയായിട്ടുള്ള ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും അതുപോലെ പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയുമാണ്. INS തരിണി എന്ന പായ്വഞ്ചിയിലായിരുന്നു അവരുടെ യാത്ര. അതുപോലെ UEFA കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കാണ്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 4-1 കീഴടക്കിയത്. UEFA കോൺഫറൻസ് ലീഗ് കേട്ടോ. ഇനി ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറി ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള വിരമിച്ചു. ഇനി ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ എന്ന പദവിക്ക് അർഹനാകും. നോർവേ ചെസ്സിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൾസന് കിരീടം. ഇനി UEFA നാഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന് ഫൈനലിൽ സ്പെയിനിനെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ 5-3 തോൽപ്പിച്ചിട്ടാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. അപ്പോൾ നിലവിലെ UEFA നാഷൻസ് ലീഗ് കിരീടം നേടിയ രാജ്യം ചോദിക്കും. ചിലപ്പോൾ നല്ല ഉറപ്പായിട്ട് ചോദിക്കാൻ പറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പോർച്ചുഗൽ അല്ലേ? പോർച്ചുഗലാണ്. UEFA നാഷൻസ് കപ്പ് വിജയി ചോദിച്ചാൽ പോർച്ചുഗലാണ്. ഓക്കെ, ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഏപ്രിൽ മുതൽ ജൂൺ വരെ നമ്മുടെ ബുള്ളറ്റിൽ വന്ന എല്ലാ കറണ്ട് അഫയേഴ്സും വായിച്ചു കഴിഞ്ഞു കേട്ടോ.